ഈ സിനിമ ആദ്യം തിയേറ്ററിൽ കണ്ടവർ അത്ഭുത പരതന്ത്രരായി. കാരണം ഈ സിനിമയിൽ മമ്മൂട്ടി രംഗപ്രവേശം ചെയ്യും. മമ്മൂട്ടി ഒരു സിനിമയിൽ ഒരു അറിയിപ്പുമില്ലാതെ രംഗപ്രവേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും ചെറുപ്പക്കാരുടെ ഒരു ആഘോഷ തിമിർപ്പിന്റെ മുകളിലേക്ക് മമ്മൂട്ടി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ഒരു ഉത്സവം പോലെയായി. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയ ഘടകമായി മാറി. ഇതിലെ ബുള്ളറ്റ് വാൾട്ടർ നല്ല ബെൽബോട്ടം പാൻറ്റും അങ്ങനെ തലയിൽ ഒരു പ്രത്യേക കെട്ടും താടിയും ഒക്കെ ഇട്ട് ബുള്ളറ്റിൽ വരുന്ന മമ്മൂട്ടി തിയേറ്ററെ ഇളക്കി മറിച്ചിളക്കും. കാരണം മമ്മൂട്ടി ഒരു ഇടക്കാലത്തെ വിശ്രമത്തിന് ശേഷം സിനിമയിൽ അപ്പിയർ ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ചാത്താപ്പൻ. അപ്പോൾ അത് അദ്ദേഹം ഈ കൊച്ചിയുടെ മുദ്രകളിൽ ഒന്നാണ് മമ്മൂട്ടി. കൊച്ചി അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊച്ചിയുടെ ശൈലി മുഴുവൻ സ്വാംശീകരിച്ച് പല പല ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷൺമുഖനായാലും ബിലാലായാലും ഇപ്പോൾ ഈ വാൾട്ടർ ആയാലും കൊച്ചിയുടെ അടിത്തട്ടിലും മേൽത്തട്ടിലും ഇടനീറ്റിലുമൊക്കെ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ നടൻ, ആ വ്യക്തി അതിൽ ഇഴപാകി നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ അത് ആ സംസാരത്തിലും ശൈലിയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. കുറച്ച് നേരത്തേക്കെങ്കിലും വന്ന് അതിൻ്റെ സിനിമയുടെ പരിസമാപ്തിയിൽ മമ്മൂട്ടി അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അത് ഈ സിനിമയുടെ വിജയത്തിൻ്റെ വലിയൊരു ഘടകമാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ ഈ ചെറുപ്പക്കാർക്ക് അവരോടൊപ്പം അഭിനയിക്കാൻ കിട്ടുകയും ആ പുതിയ അദ്വൈത് നായർ എന്ന സംവിധായകന് അതൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ഈ സംവിധായകൻ ഇതിൻ്റെ കഥ കണ്ടെത്തുകയും ഇത്തരം ഒരു തട്ടകത്തിലേക്ക് വന്ന് ആ കഥയെ കൊണ്ടിരുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകമാണ്. അങ്ങനെ മലയാളത്തിൽ ചെറുപ്പക്കാരുടെ മറ്റൊരു വിജയം കൂടി ആഘോഷിക്കപ്പെടുകയാണ്.